ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ പോകുന്നത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. രജനി രാവിലെ തന്നെ റൂമിൽ വന്ന് എല്ലാവരും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ട് ഇതേ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സൺറൈസ് കാണാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അപ്പം നല്ലൊരു സൺറൈസ് കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ഒരു മോർണിംഗ് പേഴ്സൺ ഒന്നും അല്ല, രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണണം എന്നുള്ള അങ്ങനത്തെ ഒരു മോർണിംഗ് പേഴ്സൺ ഒന്നും അല്ല. അപ്പം രജനിയാണ് നമ്മളെല്ലാവരെയും വിളിച്ച് എഴുന്നേറ്റ് കുത്തിപ്പൊക്കിയിട്ട് ഈ ഒരു സൺറൈസ് കാണാനുള്ളൊരു ഇട വരുത്തിയത് രജനിയാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് സൺറൈസ് കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിൽ ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾ രജനിയാണ്. അതിപ്പം സൺറൈസ് കാണാനാണെങ്കിലും സൺസെറ്റ് കാണാനാണെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും ഫുൾ ഓൺ ആയിട്ട് നിൽക്കുന്ന ആൾ രജനിയാണ്. പക്ഷേ ശ്രീയും ഞാനും ഒക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ഞങ്ങൾക്കിപ്പം ഈ വെയിലത്ത് പുറത്തിറങ്ങുക അല്ലെങ്കിൽ വെയിലത്ത് പോയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മടിയാണ്. പിന്നെ അജയ് പിന്നെ ഫുൾ ടൈം ഓണാണ്. കാരണം അവന് കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് അവൻ പിന്നെ ഫുൾ ടൈം ഓണാണ്. നല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൺറൈസ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. പക്ഷേ എഴുന്നേറ്റ് വന്ന് ഈ ഒരു സൺറൈസ് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ മാതിരിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ആയിരുന്നു. നമ്മൾ വന്നിട്ട് 2 ദിവസമായെങ്കിലും നമുക്ക് ഇന്നാണ് നല്ലൊരു അടിപൊളി സൺറൈസ് കാണാൻ പറ്റും. സൺറൈസ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു മോർണിംഗ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ രാവിലെയും വൈകുന്നേരമാണ് നമുക്ക് ഒരുപാട് ഫിഷിനെല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റുക. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കൂടുതലും ഫിഷിനെ സ്പോട്ട് ചെയ്യുന്നത്. ഇത് ബേബി ഷാർക്കാണ് കേട്ടോ. ഇതിനൊന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മച്ചാൻ അങ്ങ് ഓടിപ്പോയി. പിന്നെ ഇതൊരു നോർമൽ ക്രാബാണ്. പിന്നെ ഇത് ടൈഗർ ഫിഷാണ്. ടൈഗർ ഫിഷ് കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഹെർമിറ്റ് ക്രാബാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹെർമിറ്റ് ക്രാബിനെയാണ്. കാരണം ഇത് ഷെല്ലിൻ്റെ ഉള്ളിൽ നീ കണ്ണ് തുറന്ന് ജസ്റ്റ് ഈ സൺറൈസ് കാണുന്നതാണ് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു അജയ് ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ടാണ് ഫിഷിനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ വേറെയും കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കണ്ടേ, കൊട എടുത്തോ, കൊട. സോ നമ്മളിപ്പം രജനിയുടെയും ശ്രീയുടെയും റൂമിലേക്ക് പോവുകയാണ്. അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റൂമിൽ വന്ന് ഗാഡ്ജറ്റ്സും പിന്നെ അതേപോലെ ക്യാമറയും പിന്നെ ഫോണും എല്ലാം ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ റൂമിലേക്ക് പോവുകയാണ്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇവിടെ മാൽഡീവ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗും അതേപോലെ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും. അത്രയ്ക്ക് നല്ല വെയിലാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ശരിക്കും ഒരു ഹെവൻ. മറ്റെന്താ പറയുക, കടലൊക്കെ കാണുമ്പോൾ ഒരു രക്ഷയില്ല. നമുക്കിങ്ങനെ റൂമിലിരുന്ന് വെറുതെ ഇങ്ങനെ സീയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ് തോന്നുക. കിഡ്ലൻ പ്ലേസാണ്. ആകെയുള്ളൊരു പ്രശ്നം ഈ ഒരു ഉദിച്ച് നിൽക്കുന്ന സൂര്യനാണ്. അവരുടെ റൂമിലേക്ക് പോവാം. കാരണം അവരിപ്പോൾ നിൽക്കുന്നത് വാട്ടർ വില്ലയിലാണ്. നമ്മൾ ബീച്ച് വില്ലയിലും അവർ വാട്ടർ വില്ലയിലുമാണ് നിൽക്കുന്നത്. നമ്മൾ നാളെയാണ് വാട്ടർ വില്ലയിലേക്ക് മാറുന്നത്. രജനിയും ശ്രീയും 3 ഡേയ്സേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മൾ 5 ഡേയ്സുമാണ്. റൂമിൽ എപ്പോഴും കുടയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടത്ത് ഇങ്ങനെ കുടയൊക്കെ ചൂടിയിട്ട് പോവാം. കാരണം അത്രയ്ക്കും സണ്ണാണ്. അജയുടെ ഫ്രണ്ട് പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. ഇതാ ഞാൻ പറഞ്ഞു, ഫുള്ള് എന്താ പറയുക, സീ കാണാൻ മറ്റൊരു ടീൽ ആൻഡ് ടർക്കിഷ് കളറാണ്. ബീച്ച് വില്ലയിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് വാട്ടർ വില്ലയിലേക്ക് പോകാൻ. ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഏരിയയിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഫിഷിനെല്ലാം സ്പോട്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇപ്പം ഒരു ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് ഫിഷിനൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏർലി മോർണിംഗും അതേപോലെ സൺസെറ്റിനുമാണ് നമുക്കിവിടെ ഫിഷിനെല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റുക. ഗൈസ്, ഇവിടെ രജനിയുടെയും ശ്രീയുടെയും മാരകമായ ഫോട്ടോഷൂട്ടാണ്. ദേ അജയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ വെയിലത്ത് നിർത്തിയിട്ട് അജയ് ദേ ഇവിടെ റൂമിൽ നിന്നിട്ട് നൈസായിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും തുറക്കണോ? ഇത് ഇത്രേ തുറക്കുള്ളൂ. ഇവിടെ അവരുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അജയ് പോസ് ഒക്കെ കാണിച്ചൊക്കെ കൊടുക്കണ്ടേ, ഇരുന്നൊക്കെ കാണിച്ചു. അതിലേക്ക് രജനി ചാടിയിരുന്നു ഒരു കയ്യിലേക്ക്.
അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ദേ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നാണ്. ബുഫേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിക്സഡ് ടൈമുണ്ട്. ആ ടൈമിന് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടത്തില്ല. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഡിഷസും ഉണ്ട്. സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതേപോലെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ മെയിൻ ഡിഷ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ ക്വിസീൻ ഉണ്ട്, സീ ഫുഡ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു, അതാണ് രജനി ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പം ഞങ്ങളിതേ ഫുഡെല്ലാം എടുത്ത് ലഞ്ച് കഴിക്കാൻ പോവാണ്. അജയ് വീഗൻ ആയതുകൊണ്ട് തന്നെ അവന് സെപ്പറേറ്റ് ഫുഡാണ്. കാരണം ഇവിടെ ബുഫേയിൽ വെജും നോൺ വെജും ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷേ വീഗൻ ഓപ്ഷൻസ് ഇല്ല. വെജിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ വീഗൻ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവന് സെപ്പറേറ്റ് ആയിട്ട് ഷെഫ് വേറെ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. വേറെ സെപ്പറേറ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ബുഫേന്ന് ഫുഡ് എടുക്കാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഫുഡ് എത്ര വേണമെങ്കിലും ഇവിടുന്ന് ബുഫേന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആകെ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ വരണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനത്തെ കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബുഫേ ക്ലോസ് ചെയ്യും, പിന്നെ നമുക്ക് ഫുഡ് കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. സോ ഇതാണ് അജയുടെ ഫുഡ്. സോർട്ടഡ് വെജീസും പിന്നെ അതേപോലെ ചപ്പാത്തി, പിന്നെ എന്ത് കറിയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ അതേപോലെ ഡിസേർട്ടിന് കട്ട് ഫ്രൂട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തത്. കാരണം ഇവിടെയുള്ള ഡിസേർട്ട്സിലെല്ലാം മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് സോളിഡ്സോ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അജയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, അവൻ വീഗൻ ആയതുകൊണ്ട്. അപ്പോൾ അവരിവിടെ ഡിസേർട്ട്സിന് ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൂപ്പ് എങ്ങനെയുണ്ട്? സൂപ്പ് അവിടെ ഉണ്ടാകുന്ന സെയിം സൂപ്പ് തന്നെയാണ്, പക്ഷെ എന്തൊക്കെയൊക്കെ വേറെ ചേഞ്ച് ഉണ്ട്. കാരണം ഞാൻ ആ സൂപ്പ് കുറച്ച് കൂടി ചേർന്നു. ഫുഡ് ടേസ്റ്റ് ഉണ്ടോ? അല്ലാണ്. ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ദേ രജനിയുടെയും ശ്രീയുടെയും വീഡിയോയും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇവിടെ പുറത്ത് ഈ ഹട്ടിൻ്റെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, അവർ നാളെ ചെക്കൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുൾ ഡേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, സൺസെറ്റ് ക്രൂസ്. വൈകുന്നേരം ആവുന്നത് വരെ അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട്. സോ നമ്മളിതേ ഇപ്പോൾ സൺസെറ്റ് ക്രൂസിൽ പോവുകയാണ്. രജനിയും ശ്രീ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിതേ ഇപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി. ഇതേ ഡ്രോണെല്ലാം എടുത്തിട്ടുണ്ട്. അജയ് ക്യാമറ ഒക്കെ എടുത്ത് റൂമെല്ലാം ലോക്ക് ചെയ്ത് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് സൺസെറ്റ് ക്രൂസ്. വേഗം വാ അജയ്, വേഗം വാ. ഇതിലല്ലേ പോണ്ടേ? ഏത് വഴിയാ? ഇപ്പത്തെ വഴിയാണോ പോണ്ടേ? ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടത്. നമ്മൾ മറ്റേ സ്റ്റൈൽ കോഷ്യനിൽ നിന്ന് എടുത്തിട്ട് അതേ സെയിം എന്താ പറയുക, കപ്പിൾ ഷർട്ട് എന്നല്ലേ ഇതിന് പറയാം അല്ലേ? ആ, മാച്ചിങ് അതെ, മാച്ചിങ് ഷർട്ടാണ് ഇട്ടത്. അയ്യോ, ഇതിന്റെ ഇടയിൽ കൂടെയാണോ പോണ്ടേ? എത്തിയോ? നമുക്ക് വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മറ്റേ ഷോർട്ട് കട്ട് എടുത്ത് പോവുകയാണ്. എടാ ഒരു മിനിറ്റ്. അയ്യോ അലമച്ചി, കറക്റ്റ് വഴിയാണോ? അജയ് ഫ്രണ്ടിൽ ഓടിയിട്ടുണ്ട്. 5 to 6 ആണ് സൺസെറ്റ് ക്രൂസിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ അതേ രജനി ശ്രീ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 5 o'clock എത്താനായിരുന്നു ടൂർ ഗൈഡ് പറഞ്ഞ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങളല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണ്, എവിടെ പോകുമ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടേ പോവാറുള്ളൂ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ സൺസെറ്റ് ക്രൂസിൽ, നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങളും പിന്നെ അതേപോലെ വേറൊരു കപ്പിളും ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ കയറിയാലാണ് കുറച്ചുകൂടി ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുകയെന്നുള്ളത്. അപ്പോൾ അതേ ഫസ്റ്റ് രജനിയാണ് കയറിപ്പോയത്. അത് കഴിഞ്ഞിട്ട് ഇതേ ശ്രീയും കയറിയിട്ടുണ്ട്. എൻ്റെ തലേന്ന് തൊപ്പി പറന്നു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് രജനിയുടെ കയ്യിൽ കൊടുത്തിട്ട് അജയുടെ കയ്യിൽ നിന്ന് ഡ്രോണ് മേടിക്കുകയാണ്. കാരണം അജയ്ക്കും കയറാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാ 360 ക്യാമറയും ഫോണും എല്ലാം കൂടെ കൈ പിടിച്ചിട്ടാണ് ദേ അജയ് കയറി വരുന്നത്. ഇവിടെ ദേ ടൈറ്റാനിക്കിൻ്റെ പോസൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീയോ അജയ്. നല്ല രസമുണ്ട്. ഒത്തിരി ക്രൗഡോ എന്താ പറയുക, ഒരുപാട് ആൾക്കാരോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാം. ആകെയുള്ളൊരു പ്രശ്നം നമ്മളിത് ഇങ്ങനെ നിൽക്കണം. അതായത് മറ്റേ നമ്മൾ അരമണ്ഡലത്തിലൊക്കെ നിൽക്കത്തില്ലേ ഭരതനാട്യത്തിൽ, അതുപോലെ ഇങ്ങനെ നിൽക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബാലൻസ് പോകും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ല ഭയങ്കര റിലാക്സ് ചെയ്യാൻ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ്. എനിക്ക് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അതുമല്ല ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം കേൾക്കുന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോട്ട് റൈഡ് തന്നെയാണ്. മേ ബി ഒരുപാട് ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും. അജയ് ദേ ഇവിടെ ഇരുന്നിട്ട് ഇൻസ്റ്റാ 360 സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്.
നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണെന്നുള്ളത്, പക്ഷെ ആക്ച്വലി ഇത് അങ്ങനെയല്ല. ആരും വിചാരിച്ചില്ല. അല്ല അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ ഇത് ശരിക്കും കുതിരപ്പുറത്ത് പോകുന്ന മാതിരിയാണ്. ഇതിങ്ങനെ ബോട്ട് ഇങ്ങനെ പൊന്തുക താഴ ആ സീനാണ്. ഞാൻ ഇത് കാലൊക്കെ ഇതിന്റെ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ഇതുണ്ട്, അതിന്റെ മുകളിൽ കുടുക്കിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതിന്റെ ഉള്ളിലേക്ക് കാലിതേ കുടുക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്താ പറയാ, വീഴുന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. വാവ്, നല്ല അടിപൊളി സൺസെറ്റ്. അങ്ങോട്ട് തിരിക്കോ ഇതിപ്പം? ഇവിടെ കപ്പിൾ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈയെല്ലാം കോർത്ത് പിടിച്ച് രജനിയുടെയും ശ്രീയുടെയും കപ്പിൾ ഫോട്ടോഷൂട്ട്. അജയ് ഇവിടെ ഇരുന്നൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. What a romantic scene. രജനിയുടെയും ശ്രീയുടെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തത് അജയുടെയാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അജയ്ക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബോട്ടിൻ്റെ ഫ്രണ്ട് പോയിട്ട് ഇങ്ങനെ കിടക്കാൻ. എനിക്ക് അവിടെയൊക്കെ പോയി ഇരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്യാവശ്യം സ്പീഡിലാണ് ഈ ബോട്ട് പോകുന്നത്. പോരാത്തത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചാടി പോകുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ബാലൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങാനും ഞാൻ വെള്ളത്തിലേക്ക് വീണു പോകുമോ എന്നുള്ളൊരു പേടിയാണ്. പിന്നെ പൊതുവേ എനിക്ക് ഇങ്ങനെ ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. നീന്തൽ അറിയാത്തതുകൊണ്ടായിരിക്കാം മേ ബി, പക്ഷേ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ബോട്ടിൻ്റെ മുകളിൽ കയറിയപ്പോഴും ഞാൻ അവിടെ ഇരുന്നത്, നിൽക്കാതെ ഞാൻ അവിടെ ഇരുന്നതിൻ്റെ റീസൺ തന്നെ അതാണ്. അടിപൊളിയായിട്ടുള്ള ഒരു സൺസെറ്റ് ആയിരുന്നു. 1 hour സൺസെറ്റ് ക്രൂവിൻ്റെ ടൈം വരുന്നത്. 5 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 ഒക്കെ ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ശരിക്കും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോട്ട് റൈഡ് തന്നെയായിരുന്നു. പിക്യോട്രെയിൽ വഴിയാണ് നമ്മുടെ പാക്കേജും കാര്യങ്ങളൊക്കെ എടുത്തത്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മുടെ സൺസെറ്റ് ക്രൂസ് ആക്ടിവിറ്റി കഴിഞ്ഞു. നല്ല അടിപൊളി സൺസെറ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ല കിടിലം വ്യൂ ഒക്കെ ആയിരുന്നു. രജനിയും ശ്രീയും നടന്നു വരുന്നുണ്ട്. അജയ് എവിടെ പോയോ ആവോ? അജയ് ബാക്കിൽ വരുന്നുണ്ട്. അജയ് ഇവിടെ നമുക്ക് നാളെ ചെയ്യേണ്ട ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. നാളെ നമുക്ക് 2 ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്. ഒന്ന് സ്നോർക്കലിങ്ങും പിന്നെ അതേപോലെ ജെറ്റ് സ്കിയാണ് ചെയ്യാനുള്ളത്. ഈ 2 ആക്ടിവിറ്റീസും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. സ്നോർക്കലിംഗ് ഒരു തവണ അജയ് പോണ്ടിച്ചേരിയിൽ എങ്ങാനും പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സോളോ പോയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസാണ് നമുക്ക് നാളെ ചെയ്യാനുള്ളത്. പിന്നെ നാളെ രാവിലെ രജനിയും ശ്രീയും ചെക്കൗട്ട് ആയിരിക്കും. നമ്മളൊരു 2 days കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം രജനീൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഡിന്നർ പോയി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ കിടന്നുറങ്ങണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.